ഹായ്. ഒരു ദിവസം 24 മണിക്കൂർ മതിയാകുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? പകൽ മുഴുവൻ നല്ല തിരക്കോട് പണിയും, എന്നാൽ ഒരു കാര്യവും ചെയ്തു തീർക്കാൻ സമയമില്ലായ്മയും. അതാണോ നിങ്ങളുടെ അവസ്ഥ? ഒരു പണിയും പൂർത്തിയാവാത്ത അവസ്ഥ? അതിന് ചില ടിപ്സുമായാണ് ഇന്നത്തെ വീഡിയോ. നമുക്കറിയാതെ നമ്മൾ ഫോൺ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അത് എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി നമ്മൾ ഫോൺ കയ്യിലെടുത്താൽ പിന്നെ സമയം പോകുന്നത് അറിയേയില്ല. കാര്യങ്ങളൊന്നും നമ്മളുടെ ജോലികൾ അവിടെ കിടക്കുകയും ചെയ്യും. ഒടുവിൽ ആകെ ബുദ്ധിമുട്ടി എല്ലാം കൂടെ ഹറിബറിയായിട്ട് തീർക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മളുടെ ജീവിതശൈലിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കതിനൊരു പരിഹാരം കാണാം. ഒന്നാമത് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽ ഏറ്റവും ഒന്നാമത്, നാളെ എന്തൊക്കെ പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യണം എന്ന് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യുക. അതായത് നമ്മളുടെ ദൈനംദിന ജോലി അല്ലാത്ത രാവിലെ എണീറ്റ് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ എഴുതി വെക്കുക, നാളെ ചെയ്യേണ്ടത്. അതുപോലെ വേറെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു 80-20 നിയമമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന, നമ്മളുടെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ ഫലം നൽകുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് 80-20 നിയമം എന്ന് പറയുന്നത്. അതായത് ഫലം നൽകാത്ത പ്രത്യേക കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഒന്നാമത് മൊബൈൽ ഫോൺ പോലെയുള്ള ഉപയോഗം, അതിനൊക്കെ 20% ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. 80% നമ്മളുടെ നമുക്ക് ആവശ്യമുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കൊടുക്കുക. മൂന്നാമത്, ടൈം ബ്ലോക്കിംഗ് എന്ന് വെച്ചാൽ, നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അതിൻ്റെ ഇടയിൽ ഫോൺ എടുക്കും, അതങ്ങനെ സമയം പോകാമെന്ന് അറിയാതെ അങ്ങനെ പോകും. നമ്മളുടെ ചില നിർബന്ധ കാര്യങ്ങൾക്ക് നമുക്ക് സമയം തികയാതെ വരും. അതിലൊന്നാണ്, നമ്മളുടെ ജോലിക്ക് ഒരു സമയം വേണം. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് നമ്മളുടെ ഒരു വിശ്രമം. മനുഷ്യന് അത്യാവശ്യമുള്ള ഒന്നാണ് വിശ്രമം. രാത്രിയൊക്കെ കുറേ വൈകി കിടക്കുക, രാവിലെ കുറേ വൈകി എണീക്കുക എന്നുള്ള, അല്ലെങ്കിൽ അതിരാവിലെ എണീക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ വിശ്രമത്തിന് സമയമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ജോലിക്ക് സമയം കാണുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്രമത്തിന് നമ്മൾ സമയം കാണണം. അതുപോലെ നമ്മുടെ കുടുംബത്തിന് ഇഫക്റ്റീവായിട്ടുള്ള സമയം നൽകാൻ വേണ്ടി നമ്മളൊരു സമയം കണ്ടെത്തണം. അപ്പോൾ അങ്ങനെ അതിന് ഓരോന്നിനും ക്രമപ്പെടുത്തിക്കൊണ്ട്, ഇത്ര സമയം ഞാൻ വിശ്രമത്തിലാണ്, അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളോട് എന്തെങ്കിലുമൊക്കെ ജോലി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഒരു വീടായാലും അല്ലെങ്കിൽ ഒരു ഓഫീസായാലും നമ്മളുടെ വിശ്രമ സമയത്ത് എന്തെങ്കിലുമൊക്കെ ജോലി നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ നോ പറയാൻ പഠിക്കണം. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് നമ്മളെല്ലാം കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിശ്രമമില്ലാത്ത ജോലിയാവും. അതുകൊണ്ട് വിശ്രമ സമയത്ത് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ പഠിക്കുക. അതുപോലെ മൾട്ടി ടാസ്ക് ഒഴിവാക്കുക. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മൾട്ടി ടാസ്ക് ഒഴിവാക്കുക എന്ന് വെച്ചാൽ, ഒരേ സമയം തന്നെ 2-3 പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം ഒന്നും പൂർത്തിയാകാത്ത അവസ്ഥ വരും ചെയ്യും. ഒരേ സമയത്ത് ഒരു ജോലി മാത്രം ചെയ്യുക. അത് കൃത്യമായി ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ സമയം ലാഭിക്കാൻ കഴിയും. അത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങളും ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ലഭിക്കും, സമ്മർദ്ദം കുറയും, ഫലം വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഈ വീഡിയോ സേവ് ചെയ്യുക. ഇതിൽ പറയുന്ന 4 കാര്യങ്ങളും നമ്മളൊന്ന് ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ഫോളോ ചെയ്യുക. ഓക്കെ, ഇത്തരം ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.